കഴിഞ്ഞ ഫെബ്രുവരി 20-നാണ് റേഷൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാനുള്ള മസ്റ്ററിംഗ് തുടങ്ങിയത്. പക്ഷേ ഈ മസ്റ്ററിംഗ് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. റേഷൻ വിതരണം നിർത്തിവെച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഇന്ന് ഭക്ഷ്യവകുപ്പ് ശ്രമിച്ചെങ്കിലും ആ നീക്കം പാടെ പാളി. സെർവർ പണിമുടക്കിയതോടെ ജനങ്ങൾ പൊരിവെയിലെത്തായി. ഇതോടെ മസ്റ്ററിംഗ് നിർത്തിവെച്ചതായി ഭക്ഷ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. മഞ്ഞക്കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് നടത്താൻ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചില്ല. ഫലത്തിൽ മസ്റ്ററിംഗും കുളമായി, റേഷൻ വിതരണവും മുടങ്ങി. സാങ്കേതിക തകരാറുകൾ കാരണം ഇന്നത്തെ മസ്റ്ററിംഗ് പ്രവർത്തനം പൊതുവിൽ അസൗകര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റേഷൻ ഷോപ്പുകളിലൂടെ അരി വിതരണം നടത്തരുതെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിരുന്നതാണ്. എന്നാൽ ചില കടക്കാർ അരി വിതരണം നടത്തുകയുണ്ടായി. അപ്പോൾ രണ്ടും ഒരുമിച്ച് വന്നാൽ സാങ്കേതിക തകരാറ് വരാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് അരി വിതരണം 3 ദിവസം നിർത്തിവെച്ചുകൊണ്ട് ഈ പ്രവൃത്തിയിലേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചത്. മഞ്ഞ നിറ കാർഡുകാർ ഇന്ന് രാവിലെ എത്തിയ ആളുകൾ അവർക്ക് വീണ്ടും ഒരു ദിവസം കൂടെ വരുന്നത് ഒഴിവാക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ഇന്ന് അവർക്ക് മസ്റ്ററിംഗ് നടത്താൻ സൗകര്യം ഒരുക്കാനാണ് നിർദ്ദേശമായി നൽകുന്നത്. വി എ ഗിരീഷിന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. ഗിരീഷ്, നമുക്കറിയാം കേരളത്തിലെ ഈ റേഷൻ വിതരണം അത് പല സമയങ്ങളിലായി പലപ്പോഴായി നിർത്തിവെക്കേണ്ട സാഹചര്യം വരാറുണ്ട്. പലപ്പോഴും പോസ്റ്റ് മെഷീൻസ് പണിമുടക്കുന്നു. അപ്പം മുതൽ കേൾക്കുന്നതാണ് ഈ സെർവർ തകരാറ്. അത് പരിഹരിക്കപ്പെടാതെ ഇതേപോലെ കിടക്കുകയാണ്. ഇപ്പോൾ ഇന്ന് മസ്റ്ററിംഗിന് ശ്രമിച്ചു, അതും നടന്നില്ല. അരി വിതരണം നടത്താൻ ശ്രമിച്ചു, അതും നടന്നില്ല. അങ്ങനെ മൊത്തത്തിൽ കുളമാണ് അവസ്ഥ. എന്താണ് നിലവിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? ഭക്ഷ്യവകുപ്പ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഈ പ്രതിസന്ധിയിൽ ഇടപെടാൻ പോകുന്നത്? പ്രജിൻ, സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക്, അതായത് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് അവരുടെ റേഷൻ കാർഡ്, ആധാർ കാർഡ് പോസ്റ്റ് മെഷീനുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിങ് വളരെ മുമ്പ് തന്നെ തുടങ്ങിയതാണ്. എന്നാൽ സംസ്ഥാനം നിർദ്ദേശിച്ച സമയത്തിനകവും ഇത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് റേഷൻ വിതരണം ഉൾപ്പെടെ പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ട് മസ്റ്ററിങ്ങിന് വേണ്ടി സമയം തിരഞ്ഞെടുത്തത്. ഇത് റേഷൻ കടകളിലും അതോടൊപ്പം തന്നെ റേഷൻ കടകൾക്ക് ചേർന്നുള്ള ക്യാമ്പുകളുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മസ്റ്ററിംഗ് നടത്താനുള്ള തീരുമാനമെടുത്തത്. പക്ഷേ രാവിലെ മുതൽ തന്നെ സെർവർ തകരാറിനെ തുടർന്ന് ഈ മസ്റ്ററിംഗ് പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു. രാവിലെ മുതൽ വളരെ നൂറുകണക്കിന് ആൾക്കാരാണ് ഓരോ റേഷൻ കടകളിലും എത്തിച്ചേർന്നത്. പലരും പ്രായം ചെന്നവരും രോഗികളുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. നിത്യ ജോലിക്ക് പോകുന്നവർ ഉൾപ്പെടെ ഈ ആധാർ മസ്റ്ററിംഗ് നടത്തുന്നതിന് വേണ്ടി റേഷൻ കടകളിലെത്തി. പക്ഷേ എല്ലായ്പ്പോഴും ഈ പോസ്റ്റ് മെഷീൻ സാങ്കേതിക തകരാർ കാണിക്കുകയാണ് ചെയ്തത്. തുടർന്നാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പരാതികൾ ഉയരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. പക്ഷേ അപ്പോഴും പറഞ്ഞത് മഞ്ഞ കാർഡ് ഉടമകൾക്ക് ഇന്ന് മസ്റ്ററിംഗ് നടത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഈ സമയം വരെയും ഈ മഞ്ഞ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആ സാങ്കേതിക തകരാർ അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സെർവർ തകരാറാണ് ഇതിൻ്റെ കാരണമായി ഭക്ഷ്യവകുപ്പും അതോടൊപ്പം തന്നെ റേഷൻ വ്യാപാരികളുമെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. മുമ്പ് തന്നെ സംസ്ഥാനത്തെ ഭക്ഷ്യവകുപ്പ് ഒരു സെർവർ കൂടി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യങ്ങളിലടക്കം തീരുമാനമുണ്ടായില്ല. മാത്രമല്ല സെർവറിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ചർച്ചകളും നടപടികളുമൊക്കെ തുടങ്ങുകയും ചെയ്തത്. ഇതൊന്നും ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. മാത്രമല്ല സെർവർ തകരാർ ഇപ്പോഴും ഒരു വലിയ ശാപമായി റേഷൻ വിതരണത്തെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. റേഷൻ വിതരണം തടസ്സപ്പെടുന്നു. ഈ സെർവർ പ്രശ്നമാണ് എന്ന് നിരന്തരം പറയുന്ന ആ ഒരു വിശദീകരണം എന്താണ്? ഈ പ്രശ്നം എന്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ന സ്വാഭാവികമായ സാധാരണക്കാരുടെ ചോദ്യം അത് ഇപ്പോഴും അങ്ങനെ തുടരുകയുമാണ്. പ്രതിസന്ധി തീരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. വി എ ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.